നമസ്കാരം. JK മീഡിയയിലേക്ക് സ്വാഗതം. കൊല്ലം അഞ്ചലിൽ കേരള ബാങ്ക് ജപ്തി ചെയ്ത വീട്ടിൽ ആശ്വാസമായി PS സുബാൽ MLA സന്ദർശിച്ചു. കേരള ബാങ്ക് ജപ്തി ചെയ്ത അഞ്ചൽ കാച്ചാണിയിലെ ജിഷയുടെ വീടാണ് PS സുബാൽ MLA സന്ദർശിച്ചത്. മാനുഷിക പരിഗണന പോലും നൽകാത്ത ബാങ്ക് ജീവനക്കാരുടെ ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഈ കുടുംബത്തെ ഇനി ആരും ഇറക്കി വിടില്ലെന്നും ബാങ്കുമായി സംസാരിച്ച് ജപ്തി നടപടികൾ നിർത്തിവെപ്പിച്ചതായും MLA പറഞ്ഞു. PS സുബാൽ MLAയുടെ ഇടപെടൽ വീട്ടുകാർക്ക് ആശ്വാസമായി. തുടർ നടപടികൾ ബാങ്കുമായി സംസാരിച്ച് തീരുമാനിക്കും. AIYFന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കുടുംബത്തെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനവും നൽകിയിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാർ പൂട്ടിയ വീട് AIYFന്റെ പ്രവർത്തകരാണ് പൂട്ടുപൊളിച്ച് വീട്ടുകാരെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ അംഗം ലിജു ജമാൽ, മണ്ഡലം സെക്രട്ടറി S സന്തോഷ്, ജില്ലാ കൗൺസിൽ അംഗം അഡ്വക്കേറ്റ് ലെനു ജമാൽ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, V അജി വാസ്, P അജിത്ത്, ബാബു ഫിലിപ്പോസ്, മണി തിലകൻ എന്നിവർ MLAക്കൊപ്പം ഉണ്ടായിരുന്നു. വീട് പൂട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. പ്രായമായിട്ടുള്ള അച്ഛനെയും അമ്മയെയും അതുപോലെ തന്നെ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിനെയെല്ലാം പുറത്തിറക്കി ഈ ജപ്തി നടപടി നടത്തിയത് തികച്ചും തെറ്റായൊരു രീതിയിൽ സമീപനമാണ്. ഒരു തരത്തിലും അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല. ജീവിക്കാൻ വേണ്ടി പാടുപെടുന്നവരാണ്. അവർ കോവിഡിന് മുമ്പ് ഒരു വായ്പ എടുത്തതാണ്. അത് പശുവിനെ വളർത്തി ജീവിക്കാൻ വേണ്ടിയാണ്. കോവിഡ് സാഹചര്യം എല്ലാവരെയും സാമ്പത്തികമായി ബാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ബാങ്കുകളാണ് അക്കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള ഇളവ് നൽകേണ്ടത്. മാത്രമല്ല, അങ്ങനെ വായ്പ എടുത്ത് വാങ്ങിയ പശുക്കൾ പലതും ചത്തുപോകുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അന്നൊക്കെ കുറേ കിട്ടിയ പൈസ അവർ അടച്ചിട്ടുണ്ട്. പിന്നെ ഒരു തരത്തിലും അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യമായതുകൊണ്ടാണ് ആ പൈസ അടയ്ക്കാൻ കഴിയാതെ പോയിട്ടുള്ളത്. അത്തരമൊരു സാഹചര്യത്തിൽ പരമാവധി ഇളവ് കൊടുത്തുകൊണ്ട് അടയ്ക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ബാങ്ക് അധികാരികൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഈ പാവപ്പെട്ട ആളുകളെ വൈകിട്ട് വന്ന് 5 മണിക്കും 6 മണിക്കും വന്ന് അവരെ വഴിയാധാരമാക്കുന്ന നിലപാടല്ല സ്വീകരിക്കേണ്ടത്. അത് തെറ്റായൊരു നടപടിയാണ്. അത് മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിയാണ്. അത്തരം നടപടികൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഏത് ബാങ്കാണെങ്കിലും ശക്തമായിട്ട് അത്തരം സമീപനങ്ങൾക്കെതിരായിട്ട് നിലകൊള്ളേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പുറത്താക്കിയ ഈ കുടുംബത്തെ ബന്ധപ്പെട്ട് വീണ്ടും വീട്ടിനകത്തേക്ക് കയറ്റാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ AIYFന്റെ സഹാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അത് ബാങ്ക് അധികാരികളെ ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ബന്ധപ്പെട്ട ആളുകളോടെല്ലാം ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഈ വീട്ടുകാരെ ഉപദ്രവിക്കുന്ന ഒരു സമീപനവും ബാങ്ക് അധികാരികൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ അതിനെ കർശനമായിട്ട് നേരിടാനാണ് ആലോചിച്ചിട്ടുള്ളത്. അവർ ഒരു തരത്തിലും അവരെങ്ങോട്ടാണ് പോകേണ്ടത്? അവർ റോഡിൽ ഇറങ്ങി അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ? അവർക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. ആകെ ഈ വീടും കുറച്ച് ഭൂമി മാത്രമാണുള്ളത്. അപ്പോൾ അത് ജീവിക്കാൻ വേണ്ടിയാണ് വായ്പ എടുത്തത്. അവർ ദൂർത്തൊന്നും അടിച്ച് കളഞ്ഞിട്ടുള്ളവരല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ബാങ്ക് അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി സഹായകരമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കേണ്ടത്. അവർ പണം അടയ്ക്കാത്തവരൊന്നുമില്ല. അവർ പണം അടച്ചിട്ടുണ്ട്. ഇപ്പോൾ അടയ്ക്കാൻ അവർക്ക് മാർഗ്ഗമില്ല. അതെന്താണെന്നുള്ളത് ബാങ്ക് ആ സാഹചര്യത്തിൽ അവരുമായിട്ട് ആലോചിച്ച് ആവശ്യമായിട്ടുള്ള ക്രമീകരണമാണ് വരുത്തേണ്ടത്. എന്തായാലും ബാങ്ക് ആ കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ജപ്തി നടപടി, അത്തരം കാര്യങ്ങൾ തുടർന്ന് ഒഴിവാക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ഇല്ലെങ്കിൽ കർശനമായി അതിനെ നേരിടേണ്ടി വരും. ട്യൂഷൻ വിടാൻ പോയിട്ട് വന്നപ്പോഴത്തേക്കും എല്ലാം കൂടെ 18 ഉണ്ടെന്നാണ് പറയുന്നത്. 2 പേര്, 2 മോന്മാർ. JK മീഡിയയ്ക്ക് വേണ്ടി അഞ്ചലിൽ നിന്നും റിപ്പോർട്ടർ CJ ബിനു.